ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫാണ് കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്ന US ഫെഡിനോട് റേറ്റ് കട്ട് ചെയ്യാനാണ്. റേറ്റ് കട്ട് നടത്തിയില്ലെങ്കിൽ ജെറോം പവലിന് മാറ്റും എന്നുള്ള ത്രെട്ടനിങ് ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. വലിയ രീതിയിലുള്ളൊരു ക്രാഷാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. ഡൗ ജോൺസ് 971.82 പോയിൻ്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ S&P 500 124.5 പോയിൻ്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 415.55 പോയിൻ്റ് വീക്കായിട്ടും, റസൽ 2000 40.3 പോയിൻ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 33.82 ഉയർന്നിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ബെറ്റർ സെൻറ്റിമെൻറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റാലിയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ കണ്ടത്. ആ റാലി ഇന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറിയാക്കാം. നിഫ്റ്റി ഒരു പക്ഷേ 24,400 24,500 ലെവലിലേക്കൊക്കെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നും ഇന്നലെയൊക്കെ താരം ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 3458.1 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിനോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കോപ്പറാണ്. അടുത്ത ഗോൾഡായിട്ടാണ് കോപ്പറിനെ എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല കാലമാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പൊതുവെ ഫണ്ടുകളെല്ലാം തന്നെ സെൽ അമേരിക്ക, ബൈ എമർജിങ് മാർക്കറ്റുകൾ, യൂറോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്മുടെ മാർക്കറ്റിലത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 1970 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 246 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈയിങ് മോഡിലാണ്. ഒപ്പം നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Q4 റിസൾട്ടുകൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ബെറ്റർ റിസൾട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസും അനന്തരാജ് ഇൻഡസ്ട്രീസാണ്. ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, വാരി എനർജീസ് ഉണ്ട്, M&A ഫിനാൻസ് ഉണ്ട്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, ഹാവൽസ് ഉണ്ട്, സയൻ DLM ഉണ്ട്, ഡെൽറ്റ കോർപ്പ് ഉണ്ട്, അതുപോലെ തന്നെ HCL ടെക്കൊക്കെയാണ് ഇന്ന് മേജർ കമ്പനികൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസ് വീണ്ടും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബലി ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളെല്ലാം താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റാ സെൻറ്റർ റിക്വയർമെൻറ്റ് അധികം ഉണ്ടാവില്ല ഭാവിയിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതേസമയം ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്ററുകൾ കുറവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡാറ്റാ സെൻറ്ററിൽ വരുന്നത് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അഡാനി എൻ്റർപ്രൈസ് $10 ബില്യൺ അടുത്ത വർഷങ്ങളിൽ ഡാറ്റാ സെൻറ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. വേദാന്ത ഒരു ഡീമർജർ റെക്കോർഡ് ഡേറ്റ് അടുത്ത മാസങ്ങളിൽ അടുത്ത ആഴ്ചകളിലൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. കോപ്പറിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹിൻഡാൽകോ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗോൾഡ് മൈനിങ് കമ്പനിയായ ഡെക്കാൻ ഗോൾഡ് മൈൻ, വേദാന്ത ലിമിറ്റഡ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ നല്ല ഡേയ്സാണ് മുന്നിലുള്ളത്. ഈ സ്റ്റോക്കുകളിൽ ഒരു ആക്ടിവിറ്റി കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നലത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ PSU ബാങ്കുകൾ ഇന്നും റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് SBI, PNB, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ വീണ്ടും മുന്നേറിയേക്കാം. ഒപ്പം ഫെഡറൽ ബാങ്ക്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ശോഭ ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്നലെ
ബെറ്റർ റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിൻ്റെ ടാർഗറ്റ് പ്രൈസ് മോർഗൻ സ്റ്റാൻലിന് മുമ്പ് പറഞ്ഞിരുന്ന പോലെ $4,000 പെർ ഔൺസാണ് അടുത്ത 2026 ജൂണിലേക്ക് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് കേസ് സിനാരിയോയിൽ $4,500 പെർ ഔൺസാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അറ്റ് എവരി റൈസിൽ ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ഡേയ്സ് ആണ് മുന്നിലുള്ളത്. ഒപ്പം Q4 റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ എക്കണോമി ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. ടാരിഫിൻ്റെ ഇമ്പാക്റ്റൊക്കെ വളരെ കുറവ് മാത്രമാണ് നമ്മുടെ എക്കണോമിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റുകളെല്ലാം തന്നെ 24/7 ട്രേഡിംഗ് മോഡിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ അമേരിക്കയിൽ ഡിസ്കഷൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട്. മെയ് 21 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 24 മണിക്കൂറും ട്രേഡിങ്ങിനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം 5 ദിവസം ഇതിൻ്റെ ഡിസ്കഷൻ പേപ്പർ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അവർ ഡിസൈഡ് ചെയ്യും. ഓൾറെഡി അമേരിക്കയിൽ 24 എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിന് 5 ദിവസം 23 മണിക്കൂർ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ട്രേഡിംഗ് ആരംഭിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ജൂൺ മുതൽ ഈ എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം നാസ്ഡാക്ക്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം തന്നെ ട്രേഡിംഗ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.